Spermatogenesis. The process of formation of sperm is called spermatogenesis. Sperm ഫോമേഷനെയാണ് സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഇതിന് 3 ഫേസസുകളാണുള്ളത്. ഏതൊക്കെയാണ്? മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ്, മെച്ചുറേഷൻ ഫേസ്. മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ ജെം സെൽസ് ഓൾസോ കോൾഡ് സ്പെർമാറ്റോഗോണിയ അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ ടു ഫോം ലാർജ് നമ്പർ ഓഫ് സ്പെർമാറ്റോഗോണിയ. അതായത് മെയിൽ ജെം സെൽസിലാണ് സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്നത്. അപ്പൊ മെയിൽ ജെം സെൽസ് മൈറ്റോട്ടിക്, അതായത് മൈറ്റോസിസ് നടന്ന് സ്പെർമാറ്റോഗോണിയ ആയിട്ട് മാറും. ഇൻ ഗ്രോത്ത് ഫേസ് ദ സ്പെർമാറ്റോഗോണിയ ഇൻക്രീസസ് ദെയർ സൈസ്. അപ്പൊ രണ്ടാമത്തെ ഫേസ് ആണ് ഗ്രോത്ത് ഫേസ്. രണ്ടാമത്തെ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? സ്പെർമാറ്റോഗോണിയ അതിന്റെ സൈസ് കൂട്ടും. അതെങ്ങനെയാണ്? സൈറ്റോപ്ലാസത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് റെഡി ഫോർ മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ദ സ്പെർമാറ്റോസൈറ്റ് ആർ കോൾഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അപ്പോൾ സ്പെർമാറ്റോഗോണിയ ന്യൂട്രീഷൻസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് സൈസ് വലുതായതാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത്. അത് 46 ക്രോമസോംസുകളാണ് ഉള്ളത്. ഇനി മൂന്നാമത്തേതാണ് മെച്ചുറേഷൻ ഫേസ്. എ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് കംപ്ലീറ്റ് ദ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ലീഡിംഗ് ഫോമിംഗ് ഓഫ് 2 equal haploid cells called secondary spermatocyte which have only 23 chromosome each, and the secondary spermatocyte undergo second meiotic division to produce 4 equal haploid spermatocytes. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് മെച്ചുറേഷൻ ഫേസ്. അപ്പൊ അതിൽ തന്നെ എന്താ സംഭവിച്ചത്? പ്രൈമറി ജേം സെൽസ്, അതായത് മെയിൽ ജേം സെൽസ് ഡിവൈഡ് ചെയ്ത് സ്പെർമറ്റോഗോണിയായി. സ്പെർമറ്റോഗോണിയ സൈസ് വലുതാക്കി പ്രൈമറി സ്പെർമറ്റോസൈറ്റായി. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് മിയോസിസ് 1 വിധേയമായി സെക്കൻഡറി സ്പെർമറ്റോസൈറ്റായി. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് മിയോസിസ് 2 വിധേയമായി 4 സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്തു. ഈ സ്പെർമാറ്റിഡ്സ് എന്നൊക്കെ പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അപ്പൊ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിപ്ലോയിഡ് ആണ്, സ്പെർമാറ്റോഗോണിയം ഡിപ്ലോയിഡ് ആണ്. കാരണം സ്പെർമാറ്റോഗോണിയോ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആവുന്നത് മൈറ്റോസിസ് വഴിയാണ്, അതായത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഒക്കെ ഡിപ്ലോയിഡ് ആണ്. ഇനി മിയോസിസ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആണ്, അതുകൊണ്ട് റെഡ്യൂസ് ചെയ്തു. 46 ക്രോമസോം റെഡ്യൂസ് ചെയ്ത് 23 ക്രോമസോംസ് ആയി. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 2 വിധേയമായി ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് ഉണ്ടായി. ഇനി എന്താണ് ഈ സ്പെർമിയോജെനസിസ് എന്ന് നോക്കാം. ദ സ്പെർമാറ്റിഡ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്പേം. അതായത് സ്പെർമാറ്റിഡ്സ് സ്പേം ആവുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. സ്പേമിനെ നമ്മൾ സ്പെർമാറ്റോസോവ എന്നും പറയുന്നു. ഇനി രണ്ടാമത്തെ ഫിഗറിൽ കാണിക്കുന്നത് ദ മോഡിഫിക്കേഷൻ ഓഫ് ജേം സെൽ ടു ഫോം മമ്മീലിയൻ സ്പേം. എങ്ങനെയാണ് ജേം സെൽസ് മോഡിഫൈ ചെയ്ത് ഇപ്പോഴത്തെ സ്പേമിന്റെ രൂപത്തിൽ അയക്കണം നോക്കാം. അപ്പൊ ആദ്യത്തെ കേസിൽ ആ ഒരു സ്പേമിന്റെ സെൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? അവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഗോൾഗി അപ്പാരറ്റസ്, സെൻട്രിയോൾ ഉണ്ട്, പിന്നെ മൈറ്റോകോൺട്രിയ ഇങ്ങനെ ചുറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിതറിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കേസിൽ ഈ ഒരു ഗോൾഗി അപ്പാരറ്റസിൽ നിന്ന് എന്താണ്? ആക്രോസോം വെസിക്കിൾ വരുന്നുണ്ട്. ഗോൾഗി അപ്പാരറ്റസിൽ നിന്ന് ആക്രോസോം വെസിക്കിൾ വരുന്നുണ്ട്. അതുകൂടാതെ സെൻട്രിയോളിൽ നിന്ന് ഫ്ലജെല്ലവും വരുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തേതിൽ. ഇനി മൂന്നാമത്തെ കേസിലാവുമ്പോൾ എന്താണ്? മൂന്നാമത്തെ കേസിലാവുമ്പോൾ ഈ ഒരു ഫ്ലജെല്ലം ശരിക്കും ആ ഒരു എന്താണ് ന്യൂക്ലിയസിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചേർന്ന് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത കേസിൽ എങ്ങനെയാണ്? അതിങ്ങനെ സെല്ലിങ്ങനെ ഇലോങ്ങേറ്റഡ് ആയി, പിന്നെ ചുറ്റും നേരത്തെ മൈറ്റോകോൺട്രിയ ഇങ്ങനെ ചുറ്റുമായിട്ടിരുന്നത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്ലജെല്ലയുടെ ഒക്കെ ആ ഒരു ഭാഗത്ത്, അതായത് മിഡിൽ പീസിന്റെ വരുന്ന ഭാഗത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി പിന്നെ അതുകൂടാതെ എന്താണ്? മൈക്രോ ട്യൂബ്യൂൾസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് ലാസ്റ്റാണ് ഈ ഒരു സ്ട്രക്ചർ കിട്ടുന്നത്. ഈ ഒരു സ്ട്രക്ചറിൽ നോക്കിയേ, മൈറ്റോകോൺട്രിയ ശരിക്കും ആ ഒരു ഫ്ലജെല്ലിലേക്ക് വന്നിരുന്ന് മിഡിൽ പീസ് ആയിട്ടുണ്ട് ശരിക്കും. അങ്ങനെയാണ് ആ ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ ആ രൂപത്തിൽ ആവണത്. അപ്പൊ ഞാൻ വായിക്കാം. The centriole produces a long flagella. അപ്പോൾ മോഡിഫിക്കേഷൻ ഓഫ് ജേം സെൽ ടു ഫോം മാമ്മലിയൻ സ്പേം. സെൻട്രിയോളിൽ നിന്നാണ് ഫ്ലജെല്ലം വരുന്നത്. ഗോൾഗി അപ്പാരറ്റസ് ഫോം ആക്രോസോം വെസിക്കിൾ അറ്റ് ദ ഫ്യൂച്ചർ ആന്റിയർ എൻഡ്. ഗോൾഗി അപ്പാരറ്റസിൽ നിന്നാണ് ആക്രോസോം വെസിക്കിൾ ഫോം ചെയ്യുന്നത്. ഏത് ഭാഗത്താണ്? ഫ്യൂച്ചർ ആന്റിയർ എൻഡിലായിട്ടാണ്. ദ മൈറ്റോകോൺട്രിയ കളക്ട് അറൌണ്ട് ദ ഫ്ലജെല്ലം നിയർ ദ ബേസ് ഓഫ് ദ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. ലാസ്റ്റ് കേബിൾക്കും മൈറ്റോകോൺട്രിയ എന്ത് ചെയ്ത് ഫ്ലജെല്ലത്തിന്റെ അവിടേക്ക് വരുന്നുണ്ട്. ആൻഡ് ബിക്കം ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ മിഡ് പീസ് ഓഫ് ദ
സ്പേം. ലാസ്റ്റ് ആയപ്പോഴേക്കും ശരിക്കും മൈറ്റോകോൺട്രിയ ആ സ്പേമിന്റെ മിഡിൽ പീസിന്റെ ഭാഗത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിരിപ്പുണ്ട്. അത്രേ ഉള്ളൂ ഈ ഒരു ഫിഗറിൽ പറയുന്നത്. ഇനി സ്ട്രക്ചർ ഓഫ് സ്പേം. ദ സ്പേം ഹാസ് 3 മെയിൻ പാർട്സ്. സ്പേം എന്ന് പറയുമ്പോൾ അതിന് ഹെഡ് ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, അതുപോലെ തന്നെ ടെയിൽ ഉണ്ട്. ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹെഡ് ഓഫ് ദ സ്പേം മെയിൻലി കണ്ടെയ്ൻ ന്യൂക്ലിയസ്. ഹെഡിന്റെ അവിടെ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഹെഡ് ഓൾസോ കണ്ടെയ്ൻ ആക്രോസോം ദാറ്റ് കണ്ടെയ്ൻ എൻസൈം. ഹെഡിന്റെ അവിടെ ആക്രോസോം ഉണ്ട്. ആക്രോസോമിലുള്ള എൻസൈം ആണ് ഹൈലൂറോണിഡേസ് എന്ന് പറയുന്നത്. ഈ ഒരു എൻസൈം ഉള്ളത് കൊണ്ട് മാത്രമാണ് സ്പേമിന് എഗ്ഗിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് ദിസ് ഹെൽപ് ദ സ്പേം ടു ബ്രേക്ക് ത്രൂ ദ സെൽ മെംബ്രെയിൻ ഓഫ് ആൻ എഗ്. ഇനി അടുത്തത് മിഡ് പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് പാർട്ട് ഓഫ് ദ സ്പേം ഇസ് പാക്ഡ് വിത്ത് മൈറ്റോകോൺട്രിയ. നമ്മൾ നേരത്തെ ഫിഗറിൽ പറഞ്ഞില്ലേ, മിഡ് പീസിന്റെ അവിടെയാണ് മൈറ്റോകോൺട്രിയ ഒന്ന് സറൗണ്ട് ചെയ്ത് മിഡ് പീസിലേക്ക് മൈറ്റോകോൺട്രിയ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മൈറ്റോകോൺട്രിയനുള്ളത്. ദിസ് പാർട്ട് ഗിവ് ദ സ്പേം എനർജി. മൈറ്റോകോൺട്രിയ ഉള്ളത് കൊണ്ട് സ്പേമിനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് മിഡ് പീസിൽ നിന്നാണ്. ആൻഡ് സ്പേം യൂസസ് എനർജി ഇൻ ദ മിഡ് പീസ് ടു മൂവ്. ഈ ഒരു എനർജി ഉപയോഗിച്ചിട്ടാണ് സ്പേം മൂവ് ചെയ്യുന്നത്. ഇനി ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടെയിൽ ഹാസ് എ ഫ്ലജെല്ലം ദാറ്റ് ആക്ട് ലൈക്ക് എ പ്രൊപ്പല്ലർ ആൻഡ് ഹെൽപ് ദ സ്പേം ടു മൂവ്. ടെയിലിന്റെ അവിടെ ഫ്ലജെല്ലം ഉണ്ട്. ഫ്ലജെല്ലം എന്ന് പറയുന്ന ഒരു പ്രൊപ്പല്ലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുള്ളത് കൊണ്ടാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ദ ടെയിൽ ഫ്ലജെല്ലം ഈസ് കമ്പോസ്ഡ് ഓഫ് മൈക്രോട്യൂബിൾ സ്ട്രക്ചർ കോൾഡ് ആക്സോണിയം വിച്ച് ഹെൽപ് ടു ഫെസിലിറ്റ് മൂവ്മെന്റ്. അപ്പൊ ഈ ഒരു ഫ്ലജെല്ല ടെയിലിന്റെ ഭാഗത്ത് ആക്സോണിയം ഉണ്ട്. ആക്സോണിയം എന്ന് പറയുന്നത് ഒരു മൈക്രോട്യൂബുലർ സ്ട്രക്ചർ ആണ്. അതാണ് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. The major motor portion of flagellum is the axonium, a structure formed by microtubule. അപ്പോൾ ഈ ഫ്ലജെല്ലയുടെ മേജർ മോട്ടർ പോർഷൻ, അതായത് ഫ്ലജെല്ലക്ക് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആക്സോണിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ്. ഈ ആക്സോണിയം എന്ന് പറയുന്നത് മൈക്രോട്യൂബിൾസ് വഴിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ കണ്ടോ വട്ടത്തിലുള്ളത്, ഇതാണ് ആ ഒരു സ്ട്രക്ചർ, ആക്സോണിയമിന്റെ സ്ട്രക്ചർ. ദ കോർ ഓഫ് ആക്സോണിയം കൺസിസ്റ്റ് ഓഫ് 2 സെൻട്രൽ മൈക്രോട്യൂബിൾസ്. അപ്പൊ 2 വട്ടം കണ്ടിട്ടില്ലേ? ആ 2 വട്ടമാണ് എന്ത്? 2 സെൻട്രൽ മൈക്രോട്യൂബിൾസ് എന്ന് പറയുന്നത്. ഈ 2 മൈക്രോട്യൂബിൾസിനെ സറൗണ്ട് ചെയ്ത് 9 ഡബ്ലറ്റ് മൈക്രോട്യൂബിൾസുകൾ കാണുന്നുണ്ട്. ഓക്കെ, ഡബ്ലറ്റുകളാണ്. പിന്നെ ഈ ഡബ്ലറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ only 1 മൈക്രോട്യൂബിൾ ഓഫ് ഈച്ച് ഡബ്ലറ്റ് ഈസ് കംപ്ലീറ്റ്. അതായത് ഒരെണ്ണം പൂർണ്ണമായിട്ട് വട്ടത്തിലാണ്. ആ ഡബ്ലറ്റിന്റെ കേസാണ് ഞാൻ പറയുന്നത്. ഒരെണ്ണം പൂർണ്ണമായിട്ടും റൗണ്ട് ഷേപ്പിലാണ്, മറ്റേത് ഇങ്ങനെ ജസ്റ്റ് പകുതിയായിട്ട് ഒരു സി ഷേപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. പൂർണ്ണമായിട്ട് വട്ടത്തിലുള്ളവർക്ക് 13 പ്രോട്ടോ ഫിലമെന്റുകൾ ഉണ്ട്. ഹാഫായിട്ട് അല്ലെങ്കിൽ ആ സി ഷേപ്പ് ആയിട്ടിരിക്കുന്നവർക്ക് 11 പ്രോട്ടോഫിലമെന്റുകളാണ് ഉള്ളത്. ദ പ്രോട്ടോഫിലമെന്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എ ഡൈമറിക് പ്രോട്ടീൻ കോൾഡ് ട്യൂബുലിൻ. അപ്പൊ ഈ ഒരു പ്രോട്ടോഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ട്യൂബുലിൻ എന്ന് പറയുന്ന ഒരു ഡൈമറിൻ പ്രോട്ടീൻ കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ദ ഫോഴ്സ് ഓഫ് സ്പേം പ്രൊപ്പൽഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ഡൈനിൻ. അപ്പൊ ഈ സ്പേമിന്റെ പ്രൊപ്പൽഷന് വേണ്ടി എല്ലാ ഫോഴ്സും കൊടുക്കുന്നത് ഡൈനിൻ ആണ്. ഡൈനിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഒരു ആണി പോലത്തെ ഒരു ഭാഗങ്ങൾ കണ്ട, അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു ആണി പോലെ, ആ സംഭവമാണ് ഡൈനിൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡൈനിൻ ഉള്ളതുകൊണ്ടാണ് സ്പേം പ്രൊപ്പൽഷന് വേണ്ട ഫോഴ്സ് അവൈലബിൾ ആയി കൊടുക്കുന്നത്. ദ ഫോഴ്സ് ഫോർ സ്പേം പ്രൊപ്പൽഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ഡൈനിൻ, എ പ്രോട്ടീൻ അറ്റാച്ച് ടു ദ മൈക്രോട്യൂബിൾ. അപ്പൊ മൈക്രോട്യൂബിൾസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് ഡൈനിൻ. ഈ ഡൈനിൻ എന്ന് പറയുന്ന ഒരു ATPase ആണ്. ആൻഡ് എൻസൈം ദാറ്റ് ഹൈഡ്രോളൈസസ് ATP വിച്ച് പ്രൊവൈഡ് എനർജി ടു പ്രൊപ്പൽ ദ സ്പേം. അതായത് ഡൈനിൻ എന്ന് പറയുന്നത് ATPase ആണ്. അതായത് ഡൈനിൻ ആണ് ATPനെ സ്പ്ലിറ്റ് ചെയ്ത് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡൈനിന്റെ ഡ്യൂട്ടി.